1.5 മാസത്തോളം പിന്നിട്ട ദൗത്യമായിരുന്നു. അതിലൊന്നും ഈ ആളെക്കൊല്ലി കടുവയെ കണ്ടെത്താനാകാത്തതിൽ വലിയ ആശങ്കയിലായിരുന്നു പ്രദേശവാസികളുള്ളത്. ഒടുവിൽ ആശ്വാസ വാർത്ത വരുന്നു, കടുവ കൂട്ടിലകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അപ്പോഴും നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അവസാനമായിരുന്നില്ല. ഒരു പരിഹാരം വേണം, ശാശ്വത പരിഹാരം വേണം, അതിന് കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിന് വനംവകുപ്പിന്റെ മുമ്പിൽ പ്രായോഗിക തടസ്സമുണ്ട്. അപ്പോൾ മൃഗശാലയിലേക്ക് മാറ്റണമെന്നായി നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ മാത്രമേ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നുള്ളതാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ അത് വനംവകുപ്പ് അംഗീകരിക്കുകയും കടുവയെ ഇവിടെ നിന്ന് മാറ്റി മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന ഉറപ്പ് നൽകുകയും ചെയ്തതോടെയാണ് കാളികാവിലെ കടുവ ദൗത്യത്തിന് അവസാനം വന്നിരിക്കുന്നത്. അങ്ങനെ കടുവയെ ഇവിടെ വനംവകുപ്പ് മൃഗശാലയിലേക്ക് മാറ്റുമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു. നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോയാൽ ഒരു ആശ്വാസം വന്നിരിക്കാനല്ലേ 1 മാസത്തിന് ശേഷം? തൽക്കാലം ഒരു ആശ്വാസം വന്നിരിക്കുന്നു സാറേ. കാരണം നമുക്ക് 2 മാസമായിട്ട് ഇത് തന്നെ പ്രശ്നം. ഇനിയിപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കടുവ മാത്രം ആയിക്കോണമെന്നില്ല, ഇനി ഇവിടെ കടുവ ഉണ്ടാവും. നമുക്ക് വീണ്ടും കൂട് സ്ഥാപിച്ച് പിന്നെ ഇവിടെ ജനങ്ങളുടെ ആശങ്ക ഇവിടുന്ന് ഇനി അകറ്റണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ മുമ്പ് തന്നെ പുലിയെ കൊണ്ടുപോയി കാട്ടിൽ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാർ പ്രതിഷേധിച്ചത് ഇതിനെ ഒന്നിരിക്കുക സൂലോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു പ്രതിഷേധമാണ് ആളുകൾ മൊത്തത്തിലുള്ള ഇവിടെ ജനകീയമായിട്ട് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തത്. അവരേതായാലും സൂല് വിടാമെന്ന് രേഖാമൂലം ഇവിടുത്തെ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും അറിയിച്ചതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടുള്ളത്. ഈ മേഖലയിലൊക്കെ തൊഴിലിലൊക്കെ വരുന്ന ആളുകൾക്ക് വലിയ ആശങ്കയും ഭീതിയും വരുന്നു. അതിനെങ്കിലും ഒരു പരിഹാരമായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശ്വാസം. തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം പല ആളുകളും ടാപ്പിംഗ് തൊഴിലാളിയായിരിക്കുന്ന ആളുകൾ ഈ പിന്നെ ആളെ പിടിച്ചതിന് ശേഷം ടാപ്പിങ്ങിന് പോകാത്ത രീതിയിലാണ് ഇവിടെ കാളികാവിലും കേരളയിലും കരുവാരകുണ്ട് അടക്കമുള്ള മലപ്രദേശങ്ങളിൽ. തീർച്ചയായിട്ടും ഈ നാട്ടുകാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. നാട്ടുകാർ വലിയ രീതിയിൽ തമ്പടിച്ചെത്തിയിരുന്നു. എന്തായാലും അവർക്ക് ഒരു ഉറപ്പ് ലഭിച്ചു, കടുവയെ മൃഗശാലയിലേക്ക് മാറ്റും. താൽക്കാലികമായി എന്തായാലും ആ പ്രതിഷേധമൊക്കെ അവസാനിച്ചു. ഇനിയും വലിയ ആശങ്ക അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ മേഖലയിലെ വന്യജീവി ആക്രമണത്തെ ഒക്കെ തുടർന്ന്. പക്ഷേ നിലവിൽ വലിയൊരു ആശ്വാസം കാളികാവിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മാലപ്പുറം.